ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ പുതിയത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓരോ പ്ലാന്റിൻ്റെ സൈസും ഞാനതിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റേറ്റും ഞാൻ പറഞ്ഞു പോവാം കേട്ടോ. മഴയായ കാരണം കുറേ നേരം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുന്നു, നമുക്ക് പുറത്തേക്ക് വെക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ സിറ്റൗളിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കണത്. ഒരു തവണ വെച്ചു, അപ്പോഴേക്കും മഴ കൂടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇതിലെ ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് ബ്ലാക്ക് മെറൂൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അഗ്ലോണിമ ബ്ലാക്ക് എന്നും പറയും, ചിലർ ബ്ലാക്ക് മെറൂൺ എന്ന് പറയും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അല്ലേ, ഞാൻ മൂന്നാലിന് അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ സൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ബ്ലാക്ക് മെറൂണിൻ്റെ 250 രൂപയാണ് കേട്ടോ ബ്ലാക്ക് മെറൂണിന് റേറ്റ് വരുന്നത് കേട്ടോ, ബ്ലാക്ക് മെറൂണിൻ്റെ. പിന്നെ ഇങ്ങനത്തെ സിംഗിൾ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടോട് കൂടി അയച്ചു തരാം കേട്ടോ. രണ്ടെണ്ണമൊക്കെ വെക്കുമ്പോൾ നമുക്ക് അയക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ വോളിയം കൂടുമ്പോൾ നമുക്ക് കൊറിയർ ചാർജ് കൂടും. വെയിറ്റ് കുറവായിരിക്കും, പക്ഷേ വോളിയത്തിനൊരു ചാർജ് വരിക നമുക്ക്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സിംഗിൾ പ്ലാന്റ്സ് വാങ്ങുന്നവരാണെങ്കിൽ മാക്സിമം ഞാൻ അവർക്ക് ഇങ്ങനെ തന്നെ പോട്ടോട് കൂടി അയച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ പ്ലാന്റ്. പിന്നെ സെക്കൻഡ് പ്ലാന്റ് വന്നിട്ട് ഗ്രീൻ ലിസ കേട്ടോ. ഇതേ ഗ്രീൻ ലിസ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഞാൻ സൈസുകൾ കാണാൻ വേണ്ടിയിട്ട് മൂന്നെല്ലാം ഞാൻ വെച്ചു എന്നുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് സൈസ് കറക്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതിന് പിങ്ക് ഡോട്ടഡ് എന്നും പറയും. കാരണം നമ്മുടെ പിങ്ക് ഡയമെൻഷനില്ല, അതിൻ്റെ പോലെ തന്നെ ഈ വൈറ്റ് ഡോട്ടുകളുണ്ടല്ലോ, ഇത് മൊത്തം പിങ്ക് കളറാവും കേട്ടോ. ഇതിന് ഇതേ കാണുന്നില്ലേ, മണിയോറിനോട് ഉണ്ട്. കണ്ടോ, ഇതുപോലെ പിങ്ക് കളറാവും കേട്ടോ. ഇതേ കണ്ടോ, ഇതാണ് ഗ്രീൻ ലിസ കേട്ടോ. പിങ്ക് ഡോട്ടഡ് എന്നും പറയും ഇതിന് റേറ്റ് വന്നിട്ട് 230 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. തെറ്റിപ്പോവാ, പിങ്ക് ഡോട്ടഡ് കേട്ടോ, അല്ലെങ്കിൽ ഗ്രീൻ ലിസ 230 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് അഗ്ലോണിമ റോട്ടൻ്റ് ആണ് കേട്ടോ. ഈ റോട്ടൻ്റ് അല്ലേ ഈ ഒരു വെറൈറ്റി കാണിച്ചു തരാം ഞാൻ. എനിക്ക് ഈ സിറ്റോളിലായാലും നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയണില്ല അധികം. മഴ കാരണം ഇവിടെ ആകെ ഇരുട്ട് കുത്തിയിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് കറക്റ്റ് അറിയണില്ല. ഇതാണ് കേട്ടോ റോട്ടണ്ടം. ഇതെല്ലാം ഇങ്ങനെ കണ്ടോ ഷൂട്ടുകളുള്ള പ്ലാന്റാണ് കേട്ടോ. മൊത്തം ഷൂട്ടുകളുള്ളത് വേറെ ഉണ്ട്, ആവശ്യക്കാർക്ക് ഞാൻ തരാം കേട്ടോ. അങ്ങനെ ഷൂട്ടുകളുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് മൊത്തം വന്നിരിക്കുന്നത്. കണ്ടോ, ഓക്കെ, ഒരു ഷൂട്ട് 2 ഷൂട്ട് അങ്ങനെ മിക്കതിലും നമുക്ക് ഷൂട്ട്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ്സിൽ. കാണുന്നില്ലേ, ഇതാണ് ഇതിൻ്റെ റോട്ടണ്ടത്തിൻ്റെ സൈസ് വരുന്നത്. ഇതാണ് കേട്ടോ. റോട്ടണ്ടത്തിന് 200 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അതായത് 200 ആണ് റോട്ടണ്ടത്തിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഞാനൊന്നിൻ്റെയും പോട്ട് ഞാൻ മാറ്റിയില്ല, കാരണം ചില ആൾക്കാർ പോട്ടോട് കൂടി ചോദിക്കുക. അപ്പോൾ കൊടുക്കാനുള്ള എളുപ്പത്തിന് പോട്ടൊന്നും ഞാൻ മാറ്റിയില്ല, ഇങ്ങനെ തന്നെ വെച്ചേക്കാം. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ട് സ്റ്റോക്ക്. ഇവിടെ മഴ കാരണം വെക്കിനോടും കണ്ട മൊത്തം വെള്ളം ചെളിയാവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 175 കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഇതാണ് നമുക്ക് സൈസ് വരുന്നത് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ. നിങ്ങൾക്ക് ഏകദേശം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ 1-2 പ്ലാന്റുകൾ നമ്മളിങ്ങനെ വെക്കുന്നത്. 175 കേട്ടോ, 175 ആണ് സൂപ്പർ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പ്ലാന്റ് നമുക്ക് വരുന്നത് റെഡ് വൈനാണ് കേട്ടോ. ഈ റെഡ് വൈനും റോട്ടണ്ടോം ഏകദേശം ഒരു അമ്മപ്പറ്റ മക്കളെ പോലെയാണ്. ഇതേ കണ്ടോ, ഇത് റെഡ് വൈനാണ്. ഇത് വന്നിട്ട് റോട്ടണ്ടാണ് കേട്ടോ. റെഡ് വൈൻ്റെ പ്ലാന്റിൻ്റെ സൈസുകളാണ് കേട്ടോ ഈ സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ റെഡ് വൈൻ വരുന്നത്. ഉണ്ടല്ലേ, 330 രൂപയാണ് കേട്ടോ റെഡ് വൈൻ്റെ റേറ്റ് വരുന്നത്. ചിലതിൽ ഷൂട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിലൊരു ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ലീഫ് ഒന്ന് കീറി ഇങ്ങനെ ലോഡ് വന്നപ്പോഴേ ഇതിൽ കണ്ടോ ഷൂട്ട് വരുന്നുണ്ട് അടിയിൽ നിന്ന്. കണ്ടോ, ഇതിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. 330 കേട്ടോ റെഡ് വൈൻ്റെ റേറ്റ് വരുന്നത്. ഇതാണ് സൈസ്. പിന്നെ നമുക്കുള്ളത് നെക്സ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഡയമണ്ട് പിങ്കില്ലേ, കുറേ കാലമായിട്ട് ഇത് കിട്ടാനില്ല കേട്ടോ. എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഡയമണ്ട് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ.
പണ്ടത്തെ കോമൺ ഒരു അഗ്ലോണിമ ആയിരുന്നു, പക്ഷെ എന്നാലും ഇപ്പോഴും അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റി ആണ് കേട്ടോ. ഇത് ഡയമണ്ട് പിങ്ക് വരുന്നത് അതെ, ഇതാണ് സൈസ് വരുന്നത്. 160 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. 160 ആണേ. ഇതിലതേ വേറെ ഉണ്ട്. ഇത് കളറൊന്ന് ബ്ലറാവുന്നുണ്ട്, ഇവിടെ ആകെ ഇരുട്ടായി മഴ കാരണേ. 160 ഡയമണ്ടിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ജയ്പോങ് റെഡ്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് വരുന്നത്. ജയ്പോങ് റെഡ് ഇതാണ്. നമുക്ക് മാക്സിമം ഇത്ര സൈസ് നമുക്കുള്ളൂ കേട്ടോ. 200 കേട്ടോ ജയ്പോങ്ങിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൽ കാണുന്നുണ്ടല്ലോ, 200 രൂപയാണ് കേട്ടോ ജയ്പോങ്ങിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമുക്കുള്ളത് ഇത് കേട്ടോ, ഇത് വന്നിട്ട് അഗ്ലോണിമല്ല, അലോക്കേഷ്യ വെറൈറ്റി ആണ് കേട്ടോ. മിക്കി മൗസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് വെച്ചുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 130 രൂപയാണ് കേട്ടോ മിക്കി മൗസിൻ്റെ റേറ്റ് വരുന്നത്. ഇതിലും കളറൊക്കെ ഉള്ള പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം കാണിക്കാൻ വേണ്ടി എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്നെടുത്ത് വാട്സപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ റേറ്റും കാര്യങ്ങളും സൈസും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. 7cm പോട്ട് പ്ലാന്റ്സ് ആണ്, മീഡിയം സൈസാണ് പ്ലാന്റ്സിൻ്റെ വരുന്നത്. നമുക്ക് കൊറിയർ വന്നിട്ട് ബുധനാഴ്ചയാണ് കേട്ടോ. CC സെപ്പറേറ്റ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഏത് പ്ലാന്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരും കേട്ടോ. കൊറിയറാണ് നമുക്കുള്ളത്, DTDC കൊറിയറാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കാം.